ഹായ് ഫ്രണ്ട്സ്, സെൽഫ് സ്റ്റഡി PSCയിലേക്ക് സ്വാഗതം. ഞാൻ രാധിക മണിയൻ. ഇന്ന് നമുക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ ഫെബ്രുവരി പാർട്ട് 3 ആണ്. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 2024 ബാഡ്മിൻ്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് വേദി മലേഷ്യ. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് കൊട്ടാരക്കര എഞ്ചിനീയറിംഗ് കോളേജിൽ. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഗുൽസാറിനും രാമഭദ്ര ആചാര്യയ്ക്കുമാണ്. ഗുൽസാർ ഉറുദു കവിയും രാമഭദ്രാചാര്യ സംസ്കൃത പണ്ഡിതനുമാണ്. വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി പൊഖ്റാൻ. കാസർകോട്ടെ കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് ആരുടെ പേരിലാണ്? ഡോക്ടർ BR അംബേദ്കറുടെ പേരിലാണ് അറിയപ്പെടുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകൾ ഉള്ള ജില്ല കാസർഗോഡ്, കുറവ് വയനാടാണ്. കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കൊടുമൺ, ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ, ആദ്യ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. 2024 ഏഷ്യൻ ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം കിരീടം നേടിയത് ഇന്ത്യ. ഫൈനലിൽ തായ്ലൻഡിനെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത്. നിക്ഷയ് മിത്ര പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്ഷയരോഗവുമായിട്ടാണ് നിക്ഷയ് മിത്ര പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോകത്തെ ആദ്യ തടി കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് വിക്ഷേപിക്കുന്ന രാജ്യം ജപ്പാൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ഏത് രാജ്യത്തിനെതിരെയാണ്? ഇംഗ്ലണ്ട്. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ 6 അടിച്ച താരം യശസ്വി ജയ്സ്വാൾ. 2024 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന് വേദിയാകുന്നത് 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. 2024 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പാസ്പോർട്ട് സൂചിക അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 85, ഒന്നാമതെത്തിയത് ഫ്രാൻസ്. കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ. ആദിവാസി വിഭാഗത്തിൽ നിന്ന് ജഡ്ജിയാകുന്ന ആദ്യ വനിത ശ്രീപതി. കുടുംബശ്രീ മുഖേന നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതി PM സ്വാനിധി. നവകേരള സൃഷ്ടിക്ക് ജനങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും സ്വരൂപിക്കുന്നതിനായി വ്യത്യസ്ത മേഖലകളിൽ ഉൾപ്പെടുന്നവരുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പരിപാടി മുഖാമുഖം. 71ാമത് മിസ് വേൾഡ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ഇന്ത്യ. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഡൽഹി. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. 2024 സന്ദേശം ബഹുഭാഷാ വിദ്യാഭ്യാസം പഠനത്തിൻ്റെയും തലമുറകൾ തമ്മിലുള്ള പഠനത്തിൻ്റെയും ഒരു സ്തംഭം. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം T50 ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്. നീളം 12.77 കിലോമീറ്റർ. ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2024 മികച്ച നടൻ ഷാരൂഖ് ഖാൻ. സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിലെ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സുതാര്യ. ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത ഉപയോഗം തടയാൻ ജില്ലാതലത്തിൽ ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കേരളം. 2023-24 സന്തോഷ് ട്രോഫി വേദി അരുണാചൽ പ്രദേശ്.
ക്ലാസിക്കൽ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ വിജയം നേടുന്ന പ്രായം കുറഞ്ഞ താരമായ ഇന്ത്യൻ വംശജൻ അശ്വത് കൗശിക്. ചാറ്റ് ജിപിടിക്ക് സമാനമായി ഭാരത് ജിപിടി വികസിപ്പിച്ച AI സാങ്കേതിക വിദ്യാ സേവനം ഹനുമാൻ. 2024 റവന്യൂ വകുപ്പ് പുരസ്കാരങ്ങൾ. മികച്ച ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ്, തിരുവനന്തപുരം. മികച്ച കളക്ടറേറ്റും തിരുവനന്തപുരമാണ്. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഫെബ്രുവരി 22 ലോക ചിന്താ ദിനം. 2024 പ്രമേയം നമ്മുടെ ലോകം അഭിവൃദ്ധി ഉറപ്പാക്കുന്ന ഭാവി. മുതിർന്ന പൗരന്മാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഒരു കുടക്കീഴിൽ ആക്കിക്കൊണ്ടുള്ള പദ്ധതി അടൽ വയോ അഭ്യുദയ യോജന. ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിയ കുട്ടികളുടെ തുടർപഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പാക്കി വരുന്ന പദ്ധതി ഹോപ്പ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ്. ഇൻഡ്യൂട്ടീവ് മെഷീൻസ് എന്ന US സ്വകാര്യ കമ്പനി നിർമ്മിച്ച നോവ സീ ലാൻഡർ ആണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത്. 2024 G20 ഉച്ചകോടി വേദി ബ്രസീൽ. 2024 ബ്രസീൽ G20 ഉച്ചകോടി ആപ്തവാക്യം നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭൂമിയും. 2024 കാൻ ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മികച്ച ഛായാഗ്രാഹകർക്ക് നൽകുന്ന പിയർ ആഞ്ചിനോ ട്രിബ്യൂട്ട് പുരസ്കാരത്തിന് അർഹനായ ആദ്യ ഇന്ത്യക്കാരൻ സന്തോഷ് ശിവൻ. BBC ചെയർമാനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ സമീർ ഷാ. സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമം നന്ദിയോട്, തിരുവനന്തപുരം. സുരക്ഷയ്ക്കൊപ്പം കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതി സ്മാർട്ട് ഐ. 38ാമത് മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് കെ രാജഗോപാലന്. പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 37ാമത് മൂലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഷീജ വക്കത്തിനായിരുന്നു. ശിഖണ്ഡിനി എന്ന കാവ്യ ആഖ്യായികയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിൽ ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി മിഠായി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു, ഗുജറാത്ത്. രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് കുലശേഖരപട്ടണം. ലോകബാങ്കിൻ്റെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റിയുടെ ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേഷൻ ഓഫീസിലെ ഡയറക്ടറായി നിയമിതയായ ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധ ഗീത ബത്ര. വികസ്വര രാജ്യങ്ങളിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. ഇന്ത്യയുടെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിൽ നിർമ്മിച്ച ഡാം സൽമ ഡാം ഇന്ത്യ അഫ്ഗാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്നറിയപ്പെടുന്നു. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസം ധർമ്മ ഗാർഡിയൻ. രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തൂലിത ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളന വേദി അബുദാബി, UAE. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യ ഫംഗസ് ഗോംബസ് സാമൂരിനോറം. ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല MG സർവകലാശാല. കേന്ദ്ര ഭൗമശാസ്ത്ര വകുപ്പ് മന്ത്രി കിരൺ റിജ്ജു. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ഇന്ത്യൻ നിർമ്മിത യാനം നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഫെബ്രുവരി 27 അന്താരാഷ്ട്ര ധ്രുവക്കരടി ദിനം. അഴിമതി വിരുദ്ധ അന്വേഷണ സംവിധാനമായ ലോക്പാലിൻ്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് AM ഖാൻ വിൽക്കർ. ജുഡീഷ്യൽ അംഗങ്ങൾ ലിംഗപ്പ നാരായണ സ്വാമി, സഞ്ജയ് യാദവ്, ഋതുരാജ് അവസ്ഥി.
വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ 13ാമത് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് വേദി അബുദാബി. WTOയുടെ ആസ്ഥാനം ജനീവ. 2024 ഫെബ്രുവരി പ്രകാരം യുറാനസിൻ്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 28, നെപ്റ്റ്യൂണിൻ്റെത് 16. നെപ്റ്റ്യൂണിൻ്റെ 2ഉം യുറാനസിൻ്റെ 1ഉം ഉപഗ്രഹങ്ങളാണ് ശാസ്ത്രജ്ഞന്മാർ പുതിയതായി കണ്ടുപിടിച്ചത്. ടെക് ഇന്നൊവേഷൻ ചലഞ്ച് കേന്ദ്ര IT മന്ത്രാലയം നടത്തിയ ഫാഷിനി ഗ്രാൻഡ് ഇന്നൊവേഷൻ ചാലഞ്ചിൽ പുരസ്കാരം ലഭിച്ച കമ്പനി ടെക്ജൻഷ്യ. ടെക്ജൻഷ്യയുടെ ഉടമ ജോയി സെബാസ്റ്റ്യൻ ആലപ്പുഴക്കാരനാണ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ഈ വർഷത്തെ പ്രമേയം വികസിത ഇന്ത്യക്ക് തദ്ദേശീയ ശാസ്ത്രവിദ്യ. ഓഫീസുകളിൽ സ്റ്റീൽ പാത്രങ്ങളിൽ ചൂടോടെ ഉച്ചയൂൺ എത്തിക്കുന്നതിനായി കുടുംബശ്രീയുടെ പദ്ധതി ലഞ്ച് ബെൽ. കുടുംബശ്രീയുടെ സ്വന്തം ഓൺലൈൻ ആപ്പായ പോക്കറ്റ് മാർട്ട് വഴിയാണ് ഓർഡറുകൾ സ്വീകരിക്കുക. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര നഗരസഭ.